ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അവൻ മഹാവൃത്തികെട്ടവനാണ്. അവൻ അത് ഉറപ്പായിട്ടും ചെയ്യും. എനിക്ക് 100% ഉറപ്പുണ്ട്. അവൻ ജയിലിൽ പോയി കിടക്കുന്നത് എനിക്ക് കാണണം. അതാണ് എൻ്റെ ജീവിതാഭിലാഷം. അല്ല സുഹൃത്തെ, ഇത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കേസല്ലേ? ദിലീപ് കുറ്റക്കാരനാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടും ഇല്ല. അപ്പോൾ പിന്നെ ദിലീപിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. പുള്ളിക്കാരൻ കുറ്റക്കാരനല്ലെങ്കിലും പുള്ളി ശിക്ഷ അനുഭവിച്ചേ തീരുള്ളൂ. ഇനി അഥവാ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചാൽ പോലും ഇതിൻ്റെയൊക്കെ പുറയിലെ കളികൾ നമുക്കറിയാമല്ലോ. ഇതൊക്കെ കാശ് വാരി എറിഞ്ഞിട്ട് അവൻ നിരപരാധിയാണെന്ന് തെളിയിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം അവൻ അത്രയ്ക്കും ഒരു വൃത്തികെട്ട മനുഷ്യനാണ്. അല്ല സുഹൃത്തെ, എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയുന്നത്? അദ്ദേഹത്തെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാമോ? അതോ നിങ്ങളോട് വ്യക്തിപരമായിട്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്തോ? എനിക്കവനെ നേരിട്ടൊന്നും അറിയത്തൊന്നുമില്ല. എനിക്കിനിയോട്ട് അറിയുകയും വേണ്ട. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആ അതിജീവിത എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടതല്ലേ? അപ്പോൾ നിങ്ങൾ എന്തൊരു മനുഷ്യനാടോ? നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ അങ്ങനെ ആർക്കെങ്കിലുമാണ് ഈ അനുഭവം വന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമോ? ഇത് ശരിയാണോ? അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്? ചേടാ, ഇതൊരു വലിയ പുലിവാലായല്ലോ. അതിജീവിതം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അനുഭവിച്ച വിഷമങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അയാൾ കുറ്റക്കാരനാണോ അല്ലയോ, അല്ലെങ്കിൽ ദിലീപ് തന്നെ ആണെന്ന് നമ്മളെങ്ങനെ അങ്ങ് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അതിജീവിതയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ മറുവശത്ത് ദിലീപ് നിരപരാധി ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ ഒക്കുമോ? അതാണ് എൻ്റെ പോയിൻ്റ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അതിജീവിത എന്ന് പറഞ്ഞ പെൺകുട്ടി ഇതുവരെയായിട്ടും ദിലീപിൻ്റെ പേര് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആകപ്പാടെ പൾസർ സുനി എന്ന വ്യക്തി പറഞ്ഞ ഒരേ ഒരു വാക്കിൻ്റെ പുറത്തല്ലേ നിങ്ങൾ ദിലീപിനെ കുറ്റക്കാരനായിട്ട് കാണുന്നത്? അതെന്താ, നിങ്ങൾക്ക് പൾസർ സുനിയെ അത്രയ്ക്ക് വിശ്വാസമാണോ? പൾസർ സുനിയെ വിശ്വാസമാണോന്നോ? ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലവനും ഏറ്റവും സത്യസന്ധനുമായിട്ടുള്ള മനുഷ്യനാണ് ഈ പൾസർ സുനി. അറിയാവോ? അവൻ ഞങ്ങളുടെ ചക്കര പൊന്നാണ്. നിങ്ങൾക്കറിയാവോ? അവനെപ്പോലൊരു വ്യക്തിയെ ഈ ലോകത്ത് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ കുറേ പാടുപെടണം. ഞങ്ങളുടെ മുത്താണ്. അവൻ പറയുന്നതേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. പൾസർ സുനി കി ജയ്. ഇതാണ് ദിലീപ് കുറ്റക്കാരനാണെന്ന് സ്വയം വിലയിരുത്തുന്ന ചില ആളുകളുടെ മനോഭാവം. ഈ ദിലീപിനെ കുറ്റം പറയുന്ന വ്യക്തികളുണ്ടല്ലോ, അവർക്ക് പൾസർ സുനിയോടുള്ള വിശ്വാസക്കൂടുതൽ കൊണ്ട് മാത്രമല്ല ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് പരദൂഷണം. പ്രത്യേകിച്ചും സമൂഹത്തിൽ നല്ല വിലയും നിലയും ഉള്ള വ്യക്തിയാണെങ്കിലോ അല്പം കാശോ ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് താഴോട്ടിറക്കാൻ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പരദൂഷണത്തിന് അല്പം വീര്യം കൂടും. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ഓടിച്ചു വിടാതെ സമയം കിട്ടുമ്പോൾ ഒന്ന് മുഴുവനായും കണ്ടിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. ലോജിക്കായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയതിന് ശേഷം കമൻ്റ് ഇടാൻ ശ്രമിക്കുക. മറ്റൊന്നുമല്ല, ഈ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി ദിലീപിൻ്റെ പേര് പറയുന്നത്. പുള്ളി ദിലീപിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം ദിലീപും ഈ പൾസർ സുനിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇവരെവിടെയെങ്കിലും വെച്ച് ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഫോൺ വിളിച്ചിട്ടുണ്ടോ എന്നറിയാൻ പോലീസുകാർ ദിലീപിനെ ക്വസ്റ്റ്യൻ ചെയ്തു. 5-6 മണിക്കൂറോളം കണ്ട് ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം യാതൊന്നും കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് ദിലീപിനെ വെറുതെ വിടുന്നു. ഇതിന് ശേഷമാണ് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിൻ്റെ മാനേജർ നാദിർ ഷാ എന്നിവരെ ഫോൺ വിളിക്കുന്ന സംഭാഷണം പുറത്തായത്. ഓക്കെ, ഈ മൊബൈൽ ഫോണ് പൾസർ സുനിക്ക് എങ്ങനെയെങ്കിലും ജയിലിനുള്ളിൽ വെച്ച് കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഈ ഫോൺ വിളിക്കണ ബേസിക്കായിട്ടൊരു സാധനം വേണം. അതാണ് ഫോൺ നമ്പർ. ഈ ദിലീപിൻ്റെ മാനേജറുടെയോ അല്ലെങ്കിൽ നാദിർ ഷായുടെയോ ഫോൺ നമ്പർ എങ്ങനെ പൾസർ സുനിക്ക് കിട്ടി? ഇതെല്ലാം പൾസർ സുനി കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? പിന്നെ ഈ റെക്കോർഡ് ചെയ്ത സംഭാഷണം നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവർ വിളിച്ച ഫോൺ സ്മാർട്ട് ഫോണാണോ, അതോ ഇവർ ലോക്കൽ ഫോണിൽ നിന്ന് വിളിക്കുന്നത് പിടിച്ചെടുക്കാൻ വേണ്ടി ജയിലിനുള്ളിൽ വേറെ മൈക്രോഫോൺ വല്ലതും വെച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പോഴോർത്തെ, നാദിർ ഷായും ദിലീപിൻ്റെ മാനേജറും ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണാണല്ലോ അല്ലേ? അവർ റെക്കോർഡ് ചെയ്തിട്ട് അവർ തന്നെ പുറത്ത് വിട്ടതായിരിക്കും അല്ലേ? പിന്നെ പുറത്ത് വന്നൊരു വമ്പൻ കോമഡി തെളിവ് എന്താണെന്നറിയാമോ? അതായത് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് കത്തെഴുതി രഹസ്യമായിട്ട്. ഈ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി എങ്ങനെയാണ് രഹസ്യമായിട്ട് കത്തെഴുതുന്നത് എന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ജയിലിൽ കിടക്കുന്ന പ്രതികൾ രഹസ്യമായിട്ട് കത്തെഴുതിയിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് ജയിലിലെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിടുകയും പോസ്റ്റ്മാൻ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോവുകയാണെന്നാണോ വിചാരം? ഈ ജയിലിലിരുന്ന് കത്തെഴുതി കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ അത് മുഴുവൻ വായിച്ച് നോക്കും. എന്നിട്ട് അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ലെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇവർ സീലടിച്ചിട്ട് പുറത്തേക്ക് കൊടുത്ത് വിടുന്നതെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ.
ഇത് മനഃപൂർവ്വം ദിലീപിൻ്റെ പേര് എങ്ങനെയെങ്കിലും പുറത്ത് വരണം, ഈ പൾസർ സുനിയും ദിലീപും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എഴുതിച്ച ഒരു ലെറ്ററാണെന്ന് കോമൺ സെൻസ് ഉള്ള ഏത് മനുഷ്യനും മനസ്സിലാവുമല്ലേ. പിന്നെ ഈ കത്തെഴുതിയ വ്യക്തി തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. മറന്നുപോയെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. കണ്ടല്ലോ, ഇതാണ് വിപിൻ ലാൽ എന്ന് പറഞ്ഞ പൾസറിൻ്റെ സഹതടവുകാരൻ. ഈ കൊട്ടേഷൻ്റെ ഒരു കോമഡി എന്താണെന്നറിയാവോ? 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ, അഡ്വാൻസ് എത്രയാണ്? 10,000 രൂപ അഡ്വാൻസ്. 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ എടുത്തിട്ട് 10,000 രൂപ അഡ്വാൻസ് മേടിച്ച ലോകത്തെ ആദ്യത്തെ വ്യക്തി പൾസർ സുനി. എന്നിട്ട് ഈ 10,000 രൂപ പൾസർ സുനി കൈപ്പറ്റിയോ എന്നറിയാൻ വേണ്ടിയിട്ട് പോലീസ് ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് കണ്ടുപിടിച്ചത് എന്താണെന്നറിയാവോ? ഈ 10,000 രൂപ അമ്മയ്ക്ക്, അതായത് പൾസർ സുനിയുടെ അമ്മയ്ക്ക് കുടുംബശ്രീ വഴി കൈമാറിയത്രേ. എന്നിട്ടോ ഈ പൈസ അമ്മ ചിലവാക്കി. പക്ഷേ പൾസർ സുനിക്ക് വല്ലതും കിട്ടിയോ ആവോ? അല്ല 10,500 രൂപ വല്ലതും കിട്ടി കാണുമായിരിക്കും അല്ലേ. ഈ കൊട്ടേഷൻ്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു നമുക്കൊന്ന് നോക്കാം. ഈ സമയത്ത്, അതായത് ഈ കേസ് നടക്കുന്ന സമയത്ത് ദിലീപ് പല സംഘടനകളുടെയും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ദിലീപിന് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് കടുത്ത വൈരാഗ്യമുണ്ട്. ഇവരെ എങ്ങനെയെങ്കിലും സമൂഹത്തിൽ നാണം കെടുത്തണം, അതാണല്ലോ ഉദ്ദേശം. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഓർത്തത് ഈ നടിയുടെ ഒരു വീഡിയോ ചിത്രീകരിക്കണം. എങ്ങനെ ചിത്രീകരിക്കണം? ഒരു റിസോർട്ടിൽ കൊണ്ടുപോയിട്ട് മദ്യമോ മയക്കുമരുന്നോ കൊടുത്ത് നൈസായിട്ട് ചിത്രീകരിക്കണം. അല്ലെങ്കിൽ ഒരു ഒളിക്യാമറ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോ ചിത്രീകരിച്ചിട്ട് ഇത് പബ്ലിക്കാക്കിയിട്ട് നടിയെ നാണം കെടുത്തണം. ഇതായിരിക്കണമല്ലോ ഉദ്ദേശം. അങ്ങനെയൊന്നും ചെയ്യാതെ, അതായത് ഒരു റിസോർട്ടിലോ ഒരു ഹോട്ടലിലോ കൊണ്ടുപോകാതെ ഓടുന്ന വണ്ടിയിൽ വെച്ച് ആ ഇരുട്ടത്ത് മൊബൈൽ ഫോണിൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തെടുക്കാനെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തത്രേ. ഷേടാ, അങ്ങനെ ബലം പ്രയോഗിച്ചൊരു വീഡിയോ ചിത്രീകരിച്ചാൽ ഈ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് നാണക്കേടായിരിക്കും ഉണ്ടാകുന്നത്. അല്ല, അവരോട് കൂടുതൽ ആൾക്കാർക്ക് അനുകമ്പയല്ലേ ഉണ്ടാകത്തുള്ളൂ. അത് ചിന്തിക്കാനുള്ള കഴിവെന്താ ഈ ദിലീപിനൊന്നും ഇല്ലാതായിപ്പോയോ? അതാ പറഞ്ഞത്, ആ സമയത്ത് അത്രയും ഉന്നത നിലയിലിരിക്കുന്ന, അതായത് സിനിമാ ഫീൽഡിൽ അത്ര ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവരെ ഫീൽഡ് ഔട്ടാക്കാനായിട്ട് നിസ്സാര കാര്യം പോരെ? അല്ലെങ്കിൽ വേറെ എന്തെല്ലാം പരിപാടിയുണ്ട്? ഈ നടിയുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകളെ സ്വാധീനിക്കാം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ കാറയിലിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഒക്കുമോ? അതും അത്രയും ഉയരത്തിലിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ചും സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന ആളുകൾ എന്തുമാത്രം സൂക്ഷിച്ചായിരിക്കും നടക്കേണ്ടതെന്നറിയാമോ? നമ്മളെപ്പോലുള്ള ലോക്കൽ ആളുകളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയാൽ ആരും ശ്രദ്ധിക്കത്തില്ലെന്നെങ്കിലും വെക്കാം. അതേസമയം ഈ സിനിമാടന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ചുറ്റിനും ക്യാമറയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ ഒരുപാട് സൂക്ഷിച്ച് വേണം ജീവിക്കാൻ. ഓരോ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതല്ല, അത് നിലനിർത്തണമെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇതുപോലത്തെ ഊളത്തരം കാണിക്കുമെന്നൊക്കെ വിശ്വസിക്കാനൊക്കെ സാധിക്കുമോ? ഇനി അതുമല്ല, ദിലീപ് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. പുള്ളിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ ഈ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി അകത്തായിട്ട് 3-4 മാസം കഴിഞ്ഞിട്ടാണല്ലോ ദിലീപിൻ്റെ പേര് പറഞ്ഞത്. ഇതിനിടയ്ക്ക് പുള്ളിക്ക് ഏതെങ്കിലും വിദേശ രാജ്യത്തോട്ട് തന്നെ മുങ്ങാൻ മേലായിരുന്നു, അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യമെങ്കിലും എടുക്കാൻ മേലായിരുന്നു. പിന്നെ ഇത്രയും സാമ്പത്തികമുള്ള ഒരു വ്യക്തി 1.5 കോടി മുടക്കി ഈ കേസ് അങ്ങ് സെറ്റിൽ ചെയ്യാനല്ലേ ശ്രമിക്കത്തുള്ളൂ. അതിനും ശ്രമിച്ചില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളങ്ങോട്ട് ചെയ്തോ, കേസ് മുന്നോട്ട് പോകട്ടെ, ബാക്കി വരുന്നിടത്ത് വെച്ച് ഞാൻ നോക്കിക്കോളാം എന്ന മനോഭാവമല്ലായിരുന്നോ ദിലീപിന്? ഇപ്പോഴും പിടികിട്ടാത്തൊരു കാര്യമാണ്, ഈ പൾസർ സുനി ദിലീപിൻ്റെ പേര് 3-4 മാസം കഴിഞ്ഞപ്പോൾ വെളിപ്പെടുത്തി. അതിനുശേഷം അന്വേഷണം നടന്നു, ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന്. ഇല്ലെന്ന് തെളിഞ്ഞു. പക്ഷേ എന്തിന് പൾസർ സുനി ദിലീപിൻ്റെ പേര് പറഞ്ഞു? ആരെങ്കിലും ദിലീപിൻ്റെ പേര് പറയിപ്പിച്ചതാണോ? അതിനെക്കുറിച്ച് എന്താ അന്വേഷിക്കാത്തത്? അതേസമയം പൾസറും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയുവാണെങ്കിൽ ഇതിനകത്ത് ലോജിക്കുണ്ടെന്ന് വെക്കാം. ബന്ധമുണ്ടെന്ന് ഇതുവരെ തെളിയിക്കാൻ ഒത്തില്ലല്ലോ. അപ്പോൾ എന്തിനാണ് പേര് പറഞ്ഞത്? ആര് പറഞ്ഞിട്ട് പേര് പറഞ്ഞു? ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ?